നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SNDP യൂണിയൻ അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ആലപ്പുഴ ശവക്കോട്ട പാലത്തിന് സമീപം വാടക്കനാലിലെ പൊന്തക്കാട്ടിൽ നിന്നും പെരുമ്പാമ്പുകളെ പിടികൂടി. നാട്ടുകാരുടെ സഹായത്തോടെ സ്നേക് ക്യാച്ചർ എത്തിയാണ് പെരുമ്പാമ്പിനെ പിടിച്ചത്. മത്സ്യബന്ധനത്തിനിടെ കടലിൽ വീണ് മരണപ്പെട്ട ഗൃഹനാഥന്റെ കുടുംബത്തിന് സഹായധനം കൈമാറി. HSLM MLA ആണ് വീട്ടിൽ നേരിട്ടെത്തി ധനസഹായം കൈമാറിയത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരെ തെരഞ്ഞെടുത്തു. വെള്ളിയാഴ്ച രാവിലെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ തെരഞ്ഞെടുപ്പിലാണ് സ്ഥിരം സമിതി അധ്യക്ഷരെ തെരഞ്ഞെടുത്തത്. രക്തയോട്ടക്കുറവ് പരിഹരിക്കുന്നതിനായിട്ടും ശരീരവേദന കുറയ്ക്കുന്നതിനുമായി ഫലപ്രദമായുള്ള ചികിത്സാ രീതിയുടെ ഭാഗമായി പൾസ് തെറാപ്പി ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരളത്തിൽ വർഗീയത ഇളക്കിവിടാൻ ശ്രമിക്കുന്ന പാർട്ടിയായി CPIM മാറിയെന്ന് മുൻ MLAയും KPCC ഉപാധ്യക്ഷനുമായ A ഷുക്കൂർ ആലപ്പുഴയിൽ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് SNDP യൂണിയൻ അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. SNDP യോഗം ജനറൽ സെക്രട്ടറി തന്റെ സമുദായത്തിന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് പറയുന്ന സത്യങ്ങൾ വളച്ചൊടിച്ച് അദ്ദേഹത്തെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ചിലർ നടത്തുന്ന ആസൂത്രിത ശ്രമങ്ങളിൽ പ്രതിഷേധിച്ചും യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും അമ്പലപ്പുഴ യൂണിയൻ പ്രതിഷേധ പ്രകടനം നടത്തി. ആലപ്പുഴ YMCA ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സീറോ ജംഗ്ഷന് സമീപം സമാപിച്ചു. യൂണിയൻ പ്രസിഡന്റ് P ഹരിദാസ്, സെക്രട്ടറി KN പ്രേമാനന്ദൻ, വൈസ് പ്രസിഡന്റ് B രഘുനാഥ്, യോഗം ബോർഡ് അംഗങ്ങളായ PV സാനു, KP പരീക്ഷിത്, കൗൺസിലർമാരായ M രാജേഷ്, K ബാസി, PB രാജീവ്, G രാജേഷ്, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് M രാകേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈഴവ ന്യൂനപക്ഷ സമുദായങ്ങളുടെ പിന്നോക്കാവസ്ഥയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ വർഗീയമായി ചിത്രീകരിക്കുന്ന രീതി ശരിയല്ല എന്ന് യൂണിയൻ അമ്പലപ്പുഴ താലൂക്ക് സെക്രട്ടറി KN പ്രേമാനന്ദൻ പറഞ്ഞു. വർഗീയവാദിയായി ചിത്രീകരിക്കുന്ന ഈ ചില മാധ്യമങ്ങളെ, അതോടൊപ്പം തന്നെ ചില സമൂഹത്തിലെ എതിർക്കപ്പെടേണ്ട ചില ആളുകളെ ഒക്കെ അദ്ദേഹത്തെ മോശപ്പെടുത്തുന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായം ഉൾപ്പെടെ പിന്നോക്കർക്ക് അർഹമായി കിട്ടേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് തുറന്നു പറയുമ്പോൾ അദ്ദേഹത്തെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്ന ആ പ്രവണത ഒരു തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ കൊടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശങ്ങൾ സത്യമാണെങ്കിൽ അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. പക്ഷെ പകരം അദ്ദേഹത്തെ മോശപ്പെടുത്തുന്ന ആ രീതിക്കെതിരെ SNDP യോഗം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ SNDP യോഗം വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അമ്പലപ്പുഴ ആലപ്പുഴ ശവക്കോട്ട പാലത്തിന് സമീപം വാടക്കനാലിലെ പൊന്തക്കാട്ടിൽ നിന്നും പെരുമ്പാമ്പുകളെ പിടികൂടി. നാട്ടുകാരുടെ സഹായത്തോടെ സ്നേക് ക്യാച്ചർ എത്തിയാണ് പെരുമ്പാമ്പിനെ പിടിച്ചത്. ആലപ്പുഴ ശവക്കോട്ട പാലത്തിന് സമീപം വാടക്കനാലിൽ നിന്നും 4 പെരുമ്പാമ്പുകളെ പിടികൂടി. കഴിഞ്ഞ ദിവസമാണ് കനാലിന്റെ വശത്തെ പൊന്തക്കാട്ടിൽ പാമ്പുകളെ കണ്ടെത്തിയത്. പാമ്പുകളെ കണ്ടതോടെ പാലത്തിന് മുകളിലും കനാലിന്റെ ഇരുകരകളിലുമായി നാട്ടുകാരും തടിച്ചുകൂടി. വാർഡ് കൗൺസിലർ വിവരമറിയിച്ചതിനെ തുടർന്ന് മുല്ലയ്ക്കൽ നെല്ലിയാക്കുന്നിൽ ജിബി ജോസ് സ്ഥലത്തെത്തി. പാമ്പുകളെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ ഇവ കനാലിലെ വെള്ളത്തിലേക്ക് ഇറങ്ങി. കനാലിന്റെ വശങ്ങളിൽ പുല്ല് വളർന്ന് കുറ്റിക്കാടായതിനാൽ പാമ്പുകളെ പിടികൂടാനുള്ള ശ്രമവും ഏറെ ദുഷ്കരമായിരുന്നു. വെള്ളത്തിൽ നിന്നും വീണ്ടും കരയിലേക്ക് കയറിയ പാമ്പുകളിൽ 3 എണ്ണത്തിനെ 1 മണിക്കൂർ സമയമെടുത്ത് ജിബിൻ പിടികൂടി ബാഗിലാക്കി. പിന്നീട് ഒരെണ്ണത്തിനെ നാട്ടുകാർ ചേർന്ന് പിടികൂടുകയായിരുന്നു. 15 കിലോയിലധികം ഭാരമുള്ള വലിയ പാമ്പുകളെയാണ് പിടികൂടിയത്. ഇവയെ കൊമ്മാടി സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിൽ അധികൃതർക്ക് കൈമാറി. മത്സ്യബന്ധനത്തിനിടെ കടലിൽ വീണ് മരണപ്പെട്ട ഗൃഹനാഥന്റെ കുടുംബത്തിന് ധനസഹായം കൈമാറി. അമ്പലപ്പുഴ MLA HSLM വീട്ടിൽ നേരിട്ടെത്തിയാണ് ധനസഹായം കൈമാറിയത്. മത്സ്യബന്ധനത്തിനിടെ കടലിൽ വീണ് മരിച്ച ഗൃഹനാഥന്റെ കുടുംബത്തിന് സഹായധനം കൈമാറി. ആലപ്പുഴ വാടക്കൽ കുരിശുപറമ്പിൽ സനീഷിന്റെ കുടുംബത്തിനാണ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള 10 ലക്ഷം രൂപ വീട്ടിലെത്തിച്ചു നൽകിയത്. അവകാശികളായ അമ്മ ബീന കുമാരി, ഭാര്യ S സ്മിനിമോൾ,
മകൻ ദേവാനന്ദൻ എന്നിവർക്കാണ് പണം നൽകിയത്. അമ്പലപ്പുഴ MLA H. സലാം സഹായധനം കൈമാറി. വ്യക്തിഗത അപകട ഇൻഷുറൻസ് തുകയായ 10 ലക്ഷം രൂപ നേരത്തെ ഈ കുടുംബത്തിന് കൈമാറിയിരുന്നു. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എക്സിക്യൂട്ടീവ് കുഞ്ഞച്ചൻ, ഫിഷറീസ് ഓഫീസർ PA അരുൺകുമാർ, ഷീന സജി, VS ബേബി, സിമി ജോസഫ്, സുധീറ്റ ഗോപി, തങ്കരാജ് എന്നിവർ MLA-ക്കൊപ്പമുണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരെ തെരഞ്ഞെടുത്തു. വെള്ളിയാഴ്ച രാവിലെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ തെരഞ്ഞെടുപ്പിലാണ് സ്ഥിരം സമിതി അധ്യക്ഷരെ തെരഞ്ഞെടുത്തത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരെ തെരഞ്ഞെടുത്തു. വെള്ളിയാഴ്ച രാവിലെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ തെരഞ്ഞെടുപ്പിലാണ് സ്ഥിരം സമിതി അധ്യക്ഷരെ തെരഞ്ഞെടുത്തത്. വികസന സ്ഥിരം സമിതി അധ്യക്ഷയായി ജ്യോതിമോളെയും ക്ഷേമകാര്യ അധ്യക്ഷയായി അംബുജാക്ഷി ടീച്ചറിനെയും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനായി S. രാധാകൃഷ്ണനും പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായി അഡ്വക്കേറ്റ് R. രാഹുലിനെയുമാണ് തെരഞ്ഞെടുത്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A. മഹേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീന സനൽകുമാർ, പഞ്ചായത്ത് സെക്രട്ടറി A. പ്രദീപ്, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് സ്ഥിരം സമിതി അധ്യക്ഷർക്ക് ബൊക്കെ നൽകുകയും അവരവരുടെ ചേംബറിൽ ഇരുത്തുകയും ചെയ്തു. നേരത്തെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ആശാ C. എബ്രഹാം സ്ഥിരം സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. രക്തയോട്ടക്കുറവ് പരിഹരിക്കുന്നതിനായിട്ടും ശരീരവേദന കുറയ്ക്കുന്നതിനുമായി ഫലപ്രദമായുള്ള ചികിത്സാ രീതിയുടെ ഭാഗമായി പൾസ് തെറാപ്പി ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ കാഞ്ഞിരംചിറ വാർഡിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. രക്തയോട്ടക്കുറവ് പരിഹരിക്കുന്നതിനായിട്ടും ശരീരവേദന കുറയ്ക്കുന്നതിനുമായി ഫലപ്രദമായുള്ള ചികിത്സാ രീതിയുടെ ഭാഗമായി പൾസ് തെറാപ്പി ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരസഭ കാഞ്ഞിരംചിറ വാർഡ് കൗൺസിലർ ബേബി ലൂയിസിന്റെ നിർദ്ദേശാനുസരണം വാർഡിലെ സെന്റ് ജോസഫ്സ് കുരിശടി ഹാൾ, ലവ് ബേർഡ്സ് വായനശാല എന്നിവിടങ്ങളിലാണ് 15 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന പൾസ് തെറാപ്പി ക്യാമ്പിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ദിവസവും രാവിലെ 9 മുതൽ വൈകിട്ട് 4:30 വരെ ഓരോ വ്യക്തികൾക്കും അരമണിക്കൂർ വീതമാണ് തെറാപ്പി നടത്തുന്നത്. നിലവിൽ ഓരോ സെന്ററിലും 10 തെറാപ്പി മെഷീനുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആതിര വിപിൻ, അശ്വതി രജീഷ് എന്നിവരാണ് ക്യാമ്പിന്റെ കോർഡിനേറ്റർമാർ. താൻ കാഞ്ഞിരംചിറ വാർഡിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് വിജയിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഫലപ്രദമായ മെഡിക്കൽ ക്യാമ്പാണ് ഇപ്പോൾ നടത്തുന്നതെന്നും നിരവധി പേർക്ക് ആശ്വാസം നൽകുന്ന ക്യാമ്പിൽ കൃത്യമായി ഏവരും പങ്കെടുക്കണമെന്നും വാർഡ് കൗൺസിലർ കൂടിയായ ബേബി ലൂയിസ് പറഞ്ഞു. ആദ്യത്തെ മെഡിക്കൽ ക്യാമ്പാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരെണ്ണം സെന്റ് ജോസഫ് കുരിശടിയിലും മറ്റൊന്ന് ലവ് ബേർഡ്സ് വായനശാലയുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കബാനിയ പൾസ് തെറാപ്പി എന്നാണ് ഇതിന്റെ പേര്. കബാനിയ എന്നാണ് കമ്പനിയുടെ പേര്. ഇത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും വേദനകൾ മാറ്റുവാനുമായിട്ടുള്ള ഒരു തെറാപ്പിയാണ്. അപ്പോൾ ഇതിന്റെ അംഗങ്ങളായി ഇവിടെ വന്നിരിക്കുന്നത് ആതിര ആണ് ഇതിന്റെ കാര്യങ്ങൾ ക്ലാസ് എടുക്കുന്നത്. കൃത്യമായി ഇപ്പം നമ്മുടെ ഇത്രയും പേര് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഒരാൾക്ക് വേണ്ട സമയം എന്ന് പറയുന്നത് അരമണിക്കൂറാണ് ഈ മിഷനിൽ നമ്മൾ കാല് വെച്ചിരിക്കുന്നത്. ഇതിൽ എല്ലാവർക്കും നല്ല വേദനയ്ക്ക് വ്യത്യാസങ്ങളുണ്ട് എന്നറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്യാമ്പ് നമ്മൾ ഇവിടെയും സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കേരളത്തിൽ വർഗീയത ഇളക്കിവിടാൻ ശ്രമിക്കുന്ന പാർട്ടിയായി CPIM മാറിയെന്ന് മുൻ MLA-യും KPCC ഉപാധ്യക്ഷനുമായ A. ഷുക്കൂർ പറഞ്ഞു. ആലപ്പുഴയിൽ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വർഗീയത ഇളക്കിവിടാൻ ശ്രമിക്കുന്ന പാർട്ടിയായി CPIM മാറിയെന്ന് മുൻ MLA-യും KPCC ഉപാധ്യക്ഷനുമായ A. ഷുക്കൂർ പറഞ്ഞു. ആലപ്പുഴയിൽ ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വർഗീയത ആളിക്കത്തിക്കാൻ ഇങ്ങനെ നിലപാടെടുക്കുന്ന ഒരു പാർട്ടി, ഇത്ര തരംതാണ വർഗീയ വിഷം കുത്തിവെക്കുന്ന ഒരു പാർട്ടി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമാണ്. CPM എല്ലാ കാലത്തും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടുമെന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ നേതാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, അത് CPM ആണ്. അന്നും ജമാഅത്തെ ഇസ്ലാമി ബന്ധമില്ല, 77-ൽ ബന്ധമില്ലേ, 80-കളിൽ ബന്ധമില്ലേ, 90-കളിൽ ബന്ധമില്ലേ, 2000-ൽ ബന്ധമില്ലേ, 2006-ൽ ബന്ധമില്ലേ, 2011 കാലഘട്ടങ്ങളിൽ വടക്കൻ ജില്ലകളിലെ പഞ്ചായത്തുകളിൽ ഒരുമിച്ച് പഠനം നടത്തിയവരല്ലേ ജമാഅത്തെ ഇസ്ലാമി CPM. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വർഗീയ പരാമർശങ്ങൾ ഒരു പാർട്ടിയിൽ നിന്നും ഉണ്ടാകുന്നതെന്നും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായും കൂട്ടുകൂടുമെന്ന് പറഞ്ഞ പാർട്ടിയാണ് അവരുടേതെന്നും ഷുക്കൂർ കൂട്ടിച്ചേർത്തു. ജമാഅത്തെ ഇസ്ലാമിയെ നിരന്തരം CPIM തള്ളിപ്പറയുകയും എന്നാൽ കാലാകാലങ്ങളാൽ അവരുടെ പിന്തുണ തേടിയാണ് പലരും ജയിച്ചു വന്നിട്ടുള്ളതെന്നും ഇത് ഇരട്ടത്താപ്പ് നയമാണെന്നും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്നും പാർട്ടി നേതാക്കൾ ഓർക്കുന്നത് നല്ലതാണെന്നും ഷുക്കൂർ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.